ഇത് ഈ ബ്രഹ്മഗിരി വനത്തിൽ ഇവര് കൊണ്ടേ കർണാടകക്കാരെ അവിടെ പിടിച്ചിട്ട് കൊണ്ടേ ഇറക്കുന്നതാന്ന് തോന്നുന്നു. ആ ഇടയ്ക്കൊന്നും ഈ കടുവയുടെ ശല്യം അല്ലാണ്ട് പുലിയുടെ ശല്യം ഒന്നും ഇല്ല. ഇപ്പൊ ഈ കറുത്ത പുലി, പുള്ളിപ്പുലി എല്ലാം ഉണ്ട്. മുകളിലോട്ടെല്ലാം കപ്പയിട്ട് പന്നി ഞാനെല്ലാം കൂടെ 3 കപ്പയുണ്ടായിരുന്നു. 200 കപ്പയുണ്ടായിരുന്നു. അത് മൊത്തം കളഞ്ഞു. ഒന്നും ഇതുപോലല്ലോ, ഒരു 2 റൂം കഷ്ടി ഉണ്ടാവും. അങ്ങനത്തെ 2 റൂമിൽ സ്വസ്ഥത സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല, വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു. ഒന്നാമത് ഈ കാട്ടിലെ വെള്ളം തന്നെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി രോഗം. മഴക്കാലത്ത് ഞങ്ങൾക്ക് രണ്ടിനും ആകെ വിഷമം. എന്നാന്ന് വെച്ചാൽ ഞങ്ങള് 2-3 വീട്ടുകാരെ ഇപ്പൊ ഇവിടെ ഉള്ളു. ഒന്ന് താഴോട്ടൊന്നും ഇറങ്ങി പറ്റാനൊന്നും പറ്റൂല. നമുക്ക് നടക്കാൻ മേല, കാലുമേല. പെട്ടെന്ന് വിളിച്ചാൽ എത്താൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അല്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങൾ. ഒരു ഓട്ടോ വെച്ചിട്ട് 2 വർഷം മുമ്പ് ആന ഇതിലെ വന്നിട്ട് ആ വണ്ടി കൊമ്പുകൊണ്ട് തട്ടി തോരോട്ട് വിട്ടു. ആനയുടെ പുറകെ പോകാൻ എനിക്ക് എന്നാ സാധനം കണ്ടാലും ഞാൻ ആ നിൽക്കുന്നിടത്ത് നിൽക്കും, അല്ലാതെ എനിക്ക് ചലിക്കാൻ പോലും പറ്റി. ആനയെ കണ്ടിട്ടുണ്ടല്ലേ? ഇത് പകല് വന്ന് വെട്ടിട്ട് പോകുമ്പോ രാത്രി ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ മൃഗത്തിന് ശല്യം ഇവിടെ വന്നിട്ട് 5 പട്ടീനെ കടുവ എടുത്തിട്ട് പോയതാ. ഞാനൊക്കെ ഇവിടെ വരുമ്പോ എനിക്ക് ഇവിടെ വരുമ്പോ 22 വയസ്സേ ഉള്ളൂ. ഏകദേശം 50 വർഷത്തിന് മേലെ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലേ? ജയിച്ചു. കൊരകനെയൊക്കെ നോക്കിയിരിക്കണം. പടക്കം പൊട്ടിച്ച് ഓടിച്ചൊക്കെ വരണം വരുമ്പോ അവര് തിന്നതിന്റെ ബാക്കി നമുക്ക് കിട്ടും. ദൈവത്തോടുള്ള പ്രാർത്ഥന, ആ പ്രാർത്ഥന കണ്ടിഷ്ടപ്പെടുക. അല്ലെങ്കിൽ ആന ഇതിലെ 2 കൊല്ലം മുമ്പ് റോഡിയാ ഒരു താഴ്ന്ന ഒരു ഓട്ടോയും മറിച്ചിട്ട് ആന വന്ന് പോയി. ജീവിക്കാൻ നല്ല സുഖമുള്ള ഏരിയ ആയിരുന്നു. വെള്ളത്തിനൊന്നും വിഷയമില്ലായിരുന്നു. കൃഷി ചെയ്യാനുള്ള സ്ഥലം നോക്കിയിട്ട് അന്ന് പട്ടിണി അടുത്തുള്ള കാലമല്ലേ, അന്ന് കൂടുതൽ സ്ഥലം വേണം കൃഷി ചെയ്യാനുള്ളത്. അങ്ങനെ കുടിയേറി വന്നതാ. ഇന്നിപ്പോ എല്ലാരും ഇത് ഇട്ടെറിഞ്ഞ് ഓരോരുത്തരായിട്ട് നാട്ടിൽ നിന്ന് പോകും. ബാക്കിയുള്ളവർ ഇങ്ങനെ നിൽക്കുവല്ലേ? അതെ. ഇതെല്ലാം എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നറിയ. ഈ മൃഗങ്ങളുടെ ശല്യവും ഒരു കൃഷി ചെയ്തിട്ട് ഒന്നിനും ഒരു പൈസ ഇല്ലല്ലോന്നേ, അധ്വാനം മാത്രം ബാക്കി. ഇതിലെല്ലാം ആന ഇറങ്ങി ഇതെല്ലാം വാഴയെല്ലാം വലിച്ചു പറിച്ച് ഈ മഴയത്ത് രാത്രി വന്ന ഇവിടെ ആന ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ മുകളിലുണ്ട്. ഇപ്പൊ ഈ ഫെൻസിങ് ചെയ്തുകൊണ്ട് ചെറിയ സമാധാനം ഉണ്ട്. അല്ലെങ്കിൽ 2 പ്രായമായ ആൾക്കാർ അവരാ ഈ വെടിയും പടയെല്ലാം വെച്ചിട്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ട് കുറെ സമാധാനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇറങ്ങി ഒരു കൃഷി പോലും ഒന്നും ഉണ്ടാവും. അവരാണ് അവരാണ് വരുന്നത്. ആ ചേട്ടനും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം കൂട്ടിയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ പാലത്തുംകടവ് എന്ന് പറയുന്ന പ്രദേശത്താണ്. കൂട്ടുപുഴയ്ക്കൊക്കെ അടുത്തുള്ള ഒരു പ്രദേശമാണ്. ഈ ഒരു പ്രദേശത്ത് നമ്മൾ ഒരു 1-2 ആഴ്ചയ്ക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് അന്നൊരു കടുവ 4 പശുക്കളെ പിടിച്ച സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അത് ഇവിടുന്ന് ഒരു 1.5-2 കിലോമീറ്റർ മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ്. ഏതായാലും പാലത്തുംകടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാനുള്ളത്. ഇവിടെ നമ്മളൊരു എപ്പിസോഡ് നമ്മൾ ചെയ്തിരുന്നു. ആ ഒരു പ്രദേശത്ത് നിരന്തരം വന്യമൃഗശല്യം ഉള്ളതാണെന്നൊക്കെ പറഞ്ഞ് നമ്മൾ അന്നത്തെ ആ ഒരു എപ്പിസോഡ് തന്നെ അവസാനം നമ്മൾ കാണിച്ചൊരു പ്രദേശമാണിത്. ഇവിടെയും നിരന്തരമായിട്ട് പട്ടികളൊക്കെ പുലിയും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യമുണ്ട്. കടുവയും ഉണ്ടെന്നൊക്കെയാണ് ഇവരൊക്കെ പറയുന്നത്. മാത്രമല്ല ആനകളും ഇറങ്ങുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ ഏറ്റവും ടോപ്പിലായിട്ടുള്ള ഒരു പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. പാലത്തുംകടവ് ഏറ്റവും ടോപ്പിൽ, അതായത് പാലത്തുംകടവ് അങ്ങാടിയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ കുത്തനെ കയറ്റം കയറി നമ്മളിവിടെ ഏറ്റവും മുകളിലായിട്ടുള്ള ഒരു പ്രദേശത്തെത്തിയിരിക്കുകയാണ്. അതായത് മലയുടെ മുകളിലാണ്. കുറച്ചും കൂടെ മുകളിലേക്ക് നോക്കിയാൽ കാണാം മലയുടെ ഏകദേശം എൻഡിലെത്താറായിട്ടുണ്ട്. ഇതിന് കുറച്ചും കൂടെ പോയി കഴിഞ്ഞാൽ കർണാടക എത്തും. അത്രത്തോളം ഒരു ബോർഡറിൽ കിടക്കുന്ന ഒരു പ്രദേശമാണ്. ഇതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന മലയും കർണാടക പ്രദേശങ്ങളാണ്. നമ്മൾ വീരാജ്പേട്ടിനൊക്കെ പോകുന്ന വഴിക്ക് കാണുന്ന ആ ഒരു പ്രദേശവും കാര്യങ്ങളൊക്കെയാണ്. ഏതായാലും വളരെ മനോഹരമായിട്ടുള്ള സ്ഥലമാണ്. പക്ഷേ ഇവിടെയുള്ള ആളുകളുടെ ജീവിതം അത്ര സുഖകരമല്ല. ഒത്തിരി ആളുകൾ ഇവിടുന്ന് ഒഴിഞ്ഞുപോയി. ഇപ്പോൾ പല സ്ഥലങ്ങളും ഇപ്പോൾ ആളുകളൊന്നും ഇല്ലാതെ കാലിയായിട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ബാക്കിയുള്ള ആളുകളുടെ ഒരു ദുരിതമൊക്കെയാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ കാണാനായിട്ട് പോകുന്നത് കേട്ടോ. അതിൻ്റെ ഏറ്റവും താഴ്ഭാഗത്തായിട്ട് വരാപ്പോൾ പുഴയുടെ ആ പ്രദേശവും അതിൻ്റെ സോളാറും മറ്റു കാര്യങ്ങളൊക്കെ കാണാൻ ഈ പാനലൊക്കെ നിൽക്കുന്നതാണ്. അത്രയും ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. നല്ല ഉയരത്തിലാണ് നിൽക്കുന്നത്. ഈ പ്രദേശത്തൊക്കെ ആളുകളുണ്ടായിരുന്ന സ്ഥലങ്ങളാണ്. ഇവിടെ 1-2 വീടുകൾ മാത്രമേ ഇവിടെയൊക്കെ ബാക്കിയുള്ളൂ. നമ്മൾ ഈ പ്രദേശത്ത് നിന്ന് ഒത്തിരി പേരൊക്കെ ഒഴിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ വന്യമൃഗശല്യം രൂക്ഷമായിട്ട് നിൽക്കുന്ന പ്രദേശമാണ്. അപ്പോൾ ആ സ്ഥലമൊക്കെ ഒന്ന് കാണുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ ലക്ഷ്യം കേട്ടോ. ഇപ്പോൾ ഏതായാലും അങ്ങോട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഇനി അങ്ങോട്ട് കാണാം. ഇതുപോലെ മനോഹരമായിട്ടുള്ള കൃഷി സ്ഥലങ്ങളൊക്കെ ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടെയൊന്നും ആളുകളില്ല. റോഡുകൾ പോലും നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. അധികം വണ്ടികളൊന്നും കയറാണ്ട് കാട് പിടിച്ച് തുടങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഇത്രയും കറണ്ട് കമ്പി ഇതിലേ പോകുന്നില്ല. അപ്പോൾ അത്ര പോലെ ആളുകൾ വീടുകളൊക്കെ ഉണ്ടായിരുന്ന പ്രദേശമാണ്. പക്ഷേ ഇവിടെ താമസക്കാരൊന്നുമില്ല. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എൻ്റെ പേര് സജു എന്നാ. ശരിക്കും ഇത് പാലത്തുംകടവ് ഇത് കരി റോഡിന്റെ ഒരു വശമാണിത്. ഏറ്റവും ടോപ്പിലെത്തി. ഇവിടെ ഒത്തിരി ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന സ്ഥലമല്ലേ? ഒത്തിരി ആളുകൾ 148 വീടുകൾ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പൊ ഒരു 70 വീട് അത്രേ ഉള്ളൂ ഇവിടെ എല്ലാം. ഇവിടെ നല്ല ആൾക്കാർ ഇതുണ്ട്. ഇതൊരു വീട്, അതിന്റെ അപ്പുറം ഒരു വീടുണ്ട് പൊളിഞ്ഞു കിടക്കുന്ന. അതിന്റെ അപ്പുറം ഇതിന്റെ മുകളിലോട്ട് ഇനി താമസക്കാരൊന്നുമില്ല. ഇതിന്റെ മുകളിൽ ഇനി 2-3 വീടുണ്ട്. അതിന്റെ മുകളിലേക്ക് ലാസ്റ്റ് അത്രേ ഉള്ളൂ. അതെല്ലാം പ്രായമായ ആൾക്കാരാ. അവരിപ്പോ 2 വർഷം കൊണ്ടൊക്കെ ഇറങ്ങിപ്പോകുന്ന ആൾക്കാരാ. അത്ര ആവശ്യമായ ആൾക്കാരാ ഇവിടെ ഉള്ളതെല്ലാം.
മൃഗങ്ങളുടെ ശല്യവും പിന്നെ ഈ റോഡിൽ പോകാനുള്ള ബുദ്ധിമുട്ടും എല്ലാം കൂടെ ആയിട്ട് ആൾക്കാർ താഴോട്ടായിട്ട് ബസ് മേടിച്ച് അങ്ങനെ ഇറങ്ങി പോവാണല്ലേ. പോവാല്ലേ, അതിനനുസരിച്ച് മൃഗങ്ങളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. അതെ അതെ, ആളുകൾ ഇറങ്ങുന്നതനുസരിച്ച് മൃഗങ്ങളുടെ ശല്യം കൂടിക്കൊണ്ടിരിക്കുന്നു. ഒച്ചയനക്കൊന്നും ഇല്ലല്ലോ, നേരം ഒന്നും ഇല്ലല്ലോ. ഉള്ളവരൊക്കെ പ്രായമുള്ള ആൾക്കാർ അല്ലാതെ ഇതിലെല്ലാം ആന ഇറങ്ങി ഇതെല്ലാം വാഴയെല്ലാം വലിച്ചു പറിച്ച് ഈ മഴയത്ത് രാത്രി വന്ന ഇവിടെ ആന ഉണ്ടാവും. ഉണ്ടാവും. ഇപ്പൊ ഇതിന്റെ മുകളിലുണ്ട്. ഇപ്പൊ ഈ ഫെൻസിങ് ചെയ്തുകൊണ്ട് ചെറിയ സമാനം ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇറങ്ങുന്ന രാത്രി ആകുമ്പോൾ ആ രണ്ട് നമ്മളിപ്പോ ചെല്ലുമ്പോ കാണാൻ രണ്ട് പ്രായമായ ആൾക്കാർ അവരാ ഈ വെടിയും പടയെല്ലാം വെച്ചിട്ട് പടക്കെല്ലാം പൊട്ടിച്ചിട്ട് കുറെ സമാനമായി നിൽക്കുന്നത്. അല്ലെങ്കിൽ ഇവിടെ എല്ലാം ഇറങ്ങി ഒരു കൃഷി പോലും ഒന്നും ഉണ്ടാവില്ല. അവരാണ് അവരാണ് വരുന്നത്. ആ ചേട്ടനോടെ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ മൊത്തം തീർന്നു കൂട്ടിയാണ്. അങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ. സ്ഥലം ഒന്ന് നമുക്ക് മുകളിലേക്ക് പോവാം. ഇതാണ് ആ ചേട്ടൻ പറഞ്ഞ ഒരു വീട് കേട്ടോ. ഇത് പണ്ട് ആളുകൾ താമസിച്ചുകൊണ്ടിരുന്ന വീടാണ്. ആരുമില്ല. ഓക്കെ, പണ്ടൊക്കെ ഒരു കാലത്ത് ഇത്ര ആളുകൾ ജീവിച്ച് അല്ലെങ്കിൽ ഇവിടെ നിന്ന് ജനിച്ചു വളർന്നു പോയ വീടുകളാണ്. ഇപ്പം ഇങ്ങനെ കിടക്കും കേട്ടോ. ഇവിടെ വന്നിട്ട് 5 പട്ടീനെ കടുവ എടുത്തിട്ട് പോയതാ. 5 പട്ടിയോ? 5 പട്ടീനെ. ആദ്യം 2 ഉണ്ടെന്ന് 2 കൊണ്ടുപോയി. അത് കഴിഞ്ഞ് 3 കൊണ്ടുവന്നു. ആ 3 എടുത്തുകൊണ്ട് പോയി. അത് കരിമ്പുലിയായിരുന്നു. അധികം വലുപ്പമൊന്നും ഇല്ലായിരുന്നു. വീട് നോക്കി പഴയ കാലത്തെ വീട് മൊത്തം ചെതല് പിടിച്ച് കിടക്കാട്ടോ. ഇന്നത്തെ കാലത്തെ വീടുകളാണ്. ഇവിടൊക്കെ വീടുകളുണ്ടായിരുന്നല്ലേ? എല്ലാം ഇതിനപ്പുറം എല്ലാം വീടുണ്ടായിരുന്നു. ആൾക്കാർ താഴോട്ടായിട്ട് അടുത്തടുത്ത വീടുകളുണ്ടായിരുന്ന. എന്ത് മനോഹരമായ പറമ്പാന്നേക്ക്. അങ്ങനെയൊക്കെ പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റബ്ബർ വെട്ടുന്നുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് വെട്ടുന്നുണ്ട്. അതുകൊണ്ട് തെളിഞ്ഞെങ്ങനെ കിടക്കുന്നത്. ഇത് പകല് വന്ന് വെട്ടിട്ട് പോകും. രാത്രി ഒന്നും ഇറങ്ങാൻ പറ്റില്ല. അതുപോലെ മൃഗത്തിന് ശല്യം ഇവിടെ. അതെ അതെ അതെ. പകല് മാത്രമേ വെട്ടുള്ളൂ കേട്ടോ. രാത്രി മൃഗങ്ങളുടെ ശല്യം ഉണ്ടല്ലോ. ഇതുണ്ടോ? ഇത് മറ്റേ ചിരട്ടപ്പാലാക്കാനാ? അല്ല, സാധാ ഷീറ്റ് തന്നെ ആക്കാനല്ലേ? അതെടുത്തോണ്ട് അവിടെ വെച്ചിട്ട് അവിടെ താഴെ വീടുണ്ട്, അവിടെ കൊണ്ടേ അടിക്കുന്നത്. വീട് നോക്കി. ഇതെല്ലാം എത്ര കഷ്ടപ്പെട്ടുണ്ടാക്കുന്നറിയ. ഈ മൃഗങ്ങളുടെ ശല്യവും ഒരു കൃഷി ചെയ്തിട്ട് ഒന്നിനും ഒരു പൈസ ഇല്ലല്ലോ. സത്യം, അധ്വാനം മാത്രം ബാക്കി. കുട്ടികൾ പഠിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ഷെൽഫാണ്. കയറി വരുമ്പോൾ ഉള്ള സിറ്റ് ഔട്ടിലുള്ള ഷോക്കേസ്. അതിലൊക്കെ ഇപ്പോൾ കാട് വളർന്ന് കിടക്കും. നോക്കി, ഒരു തെങ്ങ് തന്നെ വളർന്നു അതിൻ്റെ അകത്ത്. കാണുമ്പോൾ ഒരു വല്ലാത്തൊരു വിഷമം കേട്ടോ. ആരുടെ വീടാണെങ്കിൽ പോലും പണ്ട് കാലത്ത് എന്തോരം അധ്വാനിച്ചുണ്ടാക്കിയ വീട്. പിന്നെ ഇവിടെ തന്നെ മണ്ണെല്ലാം അരിച്ച് കട്ട പിടിച്ച് ചുട്ട് ഇവിടുത്തെ മണ്ണുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ വീടുകളാണ്. ഇതൊക്കെ അടുക്കള കേട്ടോ. മൊന്തയൊക്കെ കിടക്കുന്നുണ്ട്. ചിമ്മിനി അടുപ്പ്, ചിമ്മിനി എല്ലാം പോയി. പിന്നെ ഇനി അവിടെ ഒരു വീടുണ്ടായിരുന്നു. അതിന്റെ തറ മാത്രമേ ഉള്ളൂ. അവിടെ ആർപ്പ് ഇട്ടേക്കുന്നുണ്ട്. അതൊക്കെ പോവാന്ന് പറഞ്ഞാൽ ഇതിനകത്തോടെ പോകാൻ വഴി വേണ്ട കാണുന്നല്ലേ? അതെ. അവിടെ നമുക്കൊരു ടാപ്പാണ്. അവിടെ ഒരു തറ മാത്രമായിട്ടുണ്ട്. ഇവിടെ ഒന്നും ഇതൊന്നും ചെയ്യുന്നില്ലല്ലേ? ഇതൊന്നുമില്ല. ഇത് ചരലല്ല ഇവര് താമസിക്കുന്നത്. ഈ മൃഗങ്ങളെ പേടിച്ചിട്ട് ആരും വന്ന് സൗറട്ടാന്നും ഒറ്റയ്ക്ക് വന്നിട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ പേടിച്ചിട്ടാണ് അവര് ഒന്നും ചെയ്യാതിരിക്കുന്നത്. ഇവിടുന്നെല്ലാം പട്ടിയെ പിടിച്ച് അവിടെ ഒരു പാറയുണ്ടായിരുന്നു. അന്ന് ഇതിലും കാടാ. ആ പാറയുടെ ചവിട്ടി കൊണ്ട് വെച്ചിട്ട് 5 പട്ടീനെ നിന്ന്. അതിന്റെ എല്ലാം ഉണ്ടായിരുന്നു. ഇത് തെളിക്കുമ്പോ എല്ലാത്തിനും. അതൊക്കെ എത്ര നാളായി ഇപ്പൊ? അതിപ്പോ 2 വർഷമായി അല്ലേ? 2 വർഷമായിട്ടുള്ള ഇവിടെ എല്ലാം ഊരും. 2 വർഷം തന്നെ. ഇത് മാമൂല് ഇങ്ങനെ തന്നെയാന്നേ. ഈ ആൾക്കാർ ഇറങ്ങിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ശല്യം താഴോട്ട് ഇറങ്ങി തുടങ്ങിയത്. നമ്മൾ നിൽക്കുന്ന പ്രദേശമാണെങ്കിൽ ഇറക്കുന്ന ചുറ്റുപാട് നോക്കേണ്ട ഗതികേടാണ്. മനുഷ്യരുടെ പട്ടയുള്ള സ്ഥലമാണെങ്കിൽ പോലും നാട്ടുമുട്ടകൾ നല്ല രീതിയിലുള്ളൊരു പ്രദേശമാണ്. ഇതെല്ലാം കട്ട്
ഈ വീടിൻ്റെ പുറകുവശമൊക്കെ നോക്കി പണ്ടത്തെ വീടുകളാട്ടോ. അങ്ങനെ അപേക്ഷിച്ച് അതൊക്കെ പോയി നോക്കി. ഇതൊക്കെ അടുത്ത കാലത്ത് വരെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. 2 വർഷമായുള്ള ഇവര് താട്ടിറങ്ങിട്ട് അല്ലേ? ഈ വണ്ടി ഉപയോഗിച്ചോ? ഞാൻ അല്ലല്ല, അതായത് ചക്കന്റെ ഇവിടുത്തെ ഉള്ളൊരു വീടുള്ള ഈ ചേട്ടന്റെ വണ്ടിയാണ്. അവിടെ ഒരു ഓട്ടോ വെച്ചിട്ട് 2 വർഷം മുമ്പ് ആന ഇതിലെ വന്നിട്ട് ആ വണ്ടി കൊമ്പുകൊണ്ട് തട്ടി ദൂരോട്ട് വിട്ടു. അതുകൊണ്ട് ഒരു 3-4 പ്ലാറ്റ്ഫോർത്തിന് താഴോട്ട് പോയി. അങ്ങനെ ഒരുപാട് ശല്യങ്ങളാണ്. ഒരു സാധനം ഇവിടെ ആന കാരണം കടുവ കാരണം ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ജനങ്ങൾക്ക്. ഇത് ഈ ബ്രഹ്മഗിരി വനത്തിൽ ഇവര് കൊണ്ടുപോയി കർണാടകക്കാരെ അവിടെ പിടിച്ചിട്ട് കൊണ്ടുപോയി ഇറക്കുന്നതാന്ന് തോന്നുന്നു. അതിന് മുമ്പൊന്നും ഞാനൊക്കെ ഇവിടെ ജനിച്ചിട്ടൊരു 40-49 വർഷമായി. ആ ഇടയ്ക്കൊന്നും ഈ കടുവയുടെ ശല്യം എന്നല്ലാണ്ട് പുലിയുടെ ശല്യം ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഈ കറുത്ത പുലി, പുള്ളിപ്പുലി എല്ലാം ഉണ്ട്. ഇവിടെ വന്ന് 5 വെട്ടിയെ കൊണ്ട് കരിമ്പുലിയാ. അത് നേരിട്ട് കണ്ടു? നേരിട്ട് കണ്ടു വീട്ടുകാര്. എന്നാ ചെയ്യാൻ പറ്റും, രാത്രി വന്ന് ചെയ്യുന്നല്ലേ. കർണാടകക്കാര് പിടിച്ച് ഇവിടെ കൊണ്ട് ഇറക്കി വിടും. അതുങ്ങള് ഇവിടെ നേരെ ഇങ്ങോട്ട് ഇങ്ങോട്ട് നമുക്ക് ഈ മുകളിലത്തെ കുന്ന് കാണാം. ഈ ചെടിയും കൂടെ ഉള്ളു കേട്ടോ. ഇത്രയും കയറി കഴിഞ്ഞാൽ ഈ മല കഴിഞ്ഞു. ഇത്രയും മുകളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിന് മുകളിൽ വരെ ആളുകളുണ്ടായിരുന്നു. ഇത്രയും മുകളിലും ആളുകൾ താമസിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കയറിപ്പോയാല് അത് കയറിപ്പോകാൻ പറ്റില്ല. അവിടെ മൊത്തം കാടാന്ന് തോന്നുന്നു. അല്ലാതെ കൂടെ കയറിപ്പോയി കാണാൻ. അതിലേ പോവാ? അത് അതിലേ കയറി പോകണം. മുകളിൽ നിന്ന് വഴിയുണ്ടോ? ഇല്ലല്ലോ, ഇതേ ഉള്ളൂ ഈ വഴി. പോയി നോക്കിയാലോ? പോയി നോക്കാം. കേട്ടൊന്നുമല്ല. പണ്ട് ആളുകൾ കയ്യാല കെട്ടി തിരിച്ചിരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇതൊക്കെ ഈ പറമ്പുകളിലൊക്കെ എവിടെ നോക്കിയാലും കാണാം കേട്ടോ. പണ്ടത്തെ കർണമാർ ഇഷ്ടപ്പെട്ട സംഭവങ്ങളാണ് ഈ കയ്യാലകളൊക്കെ. കുപ്പി കൂട്ടിയടിക്കുന്ന ഒച്ചയായി കേൾക്കുന്നത്. അതെ അതെ, അത് ഈ പന്നിയൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി. ഇതെല്ലാം അവര് പോയിക്കൊണ്ടിരുന്ന വഴിയായത്. വഴിയൊന്നും ഇല്ലല്ലേ? അങ്ങോളല്ല വീട്. ഇത് നമുക്കിങ്ങനെ പോയാൽ ആ റോഡിൽ കൂടെ ഇങ്ങനെ പോയി അവിടെ വരെ പോവാം. ഇവരിവിടെ ഉണ്ടായിരുന്ന കാലത്തും എത്ര കുന്ന് കയറിയാണ് ഇതിൻ്റെ മുകളിൽ അവരുടെ വീട്ടിലെത്തിയിരുന്നതെന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതുപോലെ കഷ്ടപ്പെട്ടാണ് ഈ പറമ്പുകളൊക്കെ ഇങ്ങനെ ആക്കിയെടുക്കുക കേട്ടോ. പക്ഷേ അതൊക്കെ ഉപേക്ഷിച്ച് ഇപ്പോൾ ഇത് എല്ലാവരും തന്നെ താഴേക്ക് പോയിരിക്കുകയാണ്. ഇല്ല വീട്? ഇതാണ് വീട്. ഇതെല്ലാം കുഞ്ഞു കുട്ടികളായിരുന്നു അവർ പോകുമ്പോഴേ. ഇവിടെ നിന്ന് കൃഷി ചെയ്തിട്ട് ഒരു 10 പൈസ പോലും കിട്ടില്ല. അങ്ങനെ കൂലിപ്പണിക്ക് വേണ്ടി പുറത്തേക്ക് വാടകയ്ക്ക് മാറി. ഇവരൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്ര വർഷമായി? ഇവര് പോയിട്ടൊരു 15 വർഷമായി. 15 വർഷമായില്ലേ? ഊർപ്പത്തിന്റെ പിടിച്ചാൽ മേത്തുനിന്ന് പോകില്ലല്ലേ? എന്താ വടി എടുത്താൽ മതിയായിരുന്നു. വടി. അതെ. 15 വർഷമായിട്ട് ഈ വീടൊക്കെ ഇങ്ങനെ കിടക്കും കേട്ടോ. അവർക്ക് അതിന് മുന്നേ എത്ര വർഷം ഇവിടെ താമസിച്ചിട്ടുണ്ടാവും? ഇവരൊക്കെ ഇവിടെ ജനിച്ചു വളർന്നവരാ. ഇവിടെ തറവാടായിരുന്നു അവരുടെ. ഇവരെല്ലാം കുഞ്ഞുമക്കളൊക്കെ ആയി. പിന്നെ പണിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ യാത്രാ സൗകര്യം പഠിപ്പിക്കാനുള്ളത്. മൃഗത്തിന്റെ ഒക്കെ ശല്യം അന്നു പോലെ ഉണ്ട്. ഈ മക്കളെയൊക്കെ ഒന്ന് പള്ളിക്കൂടത്ത് വിട്ടിട്ട് കയറി വരുന്നവരെ ചങ്കിടിച്ചിട്ട് അവർ കുത്തിയിരുന്നു. അങ്ങനെ ഇറങ്ങിയതാ, കൂലിപ്പണിക്കായിട്ട് ഇറങ്ങി അങ്ങനെ ടൗണിൽ വാടകയ്ക്ക് താമസിക്കുന്നു. ഇവിടെ ഒരു വീടുണ്ട്. അപ്പനും അമ്മയും മരിച്ചു പോയതാ. അവിടെ താമസമുണ്ടോ? പിന്നെ ഒരു ചെക്കനും പെണ്ണും ഉള്ളു. അവർക്ക് ഇച്ചിരി സുഖമില്ലാത്തായിരുന്നു. ആ പെണ്ണിനെ ഈടെ കൊണ്ടുപോയി കണ്ണൂർ ഇങ്ങനെ കൊണ്ടാക്കി. അപ്പൊ അവൻ ഒറ്റയ്ക്കേ ഉള്ളു ഇവിടെ. അവന്റെ വണ്ടി താഴെ ഇരിക്കുന്നത് നമ്മൾ കണ്ടു. ഒരു യാത്രാ സൗകര്യം പോലും ഇല്ലെന്ന്. ഈ ആനക്കാരുടെയൊക്കെ പേടിച്ചിട്ട് അവർക്ക് ജീവിതം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ആ അവസ്ഥയിലാ. ഒരു വണ്ടി കയറി വരുമോ. പിന്നെ ഈ നാട്ടുകാരെല്ലാം കുറച്ച് സഹകരണം ഉള്ളതുകൊണ്ട്
അങ്ങനെ എന്തായാലും ആവശ്യം വന്നാൽ അതെ അതെ ഇവിടുന്ന് ഓടിയെത്തണമെങ്കിൽ നമ്മൾ താഴെ എന്തായാലും ആവശ്യം വിളിച്ചു കഴിഞ്ഞാൽ അതാ പറഞ്ഞത്. ആനയൊക്കെ ഇറങ്ങുമ്പോ ഇവൻ പിന്നെ ആ ചേട്ടനാണ് പടക്കം പൊട്ടിച്ച് ഓടിക്കലും പിടിക്കലൊക്കെ ചെയ്യുന്നത്. ആ ചേട്ടനും പ്രായമായി. ഓഹോ, അതായത് ഈ ഫോറസ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശത്ത് പണ്ട് കാലം മുതൽ വന്ന് താമസിച്ച ആളുകളുണ്ട്. പൊതുവെ നമ്മുടെ വീഡിയോയിലും ഒക്കെ വന്ന് കമൻ്റ് ഇടുന്ന ആളുകളുണ്ട്, കാട്ടിക്കൊണ്ട് വീട് വെച്ചിട്ടല്ലേ, കാട് കയ്യേറിയിട്ടില്ലേ എന്നൊക്കെ. അപ്പോൾ ഇവരൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് താമസിക്കുന്ന പട്ടയുള്ള ആളുകളാണ്. ഇപ്പോൾ ഈ ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ആളുകൾ ഉള്ളതുകൊണ്ട് മാത്രമാണ് താഴേക്ക് ഈ കാട്ടാനകളും മറ്റ് ജീവികളൊന്നും ഇറങ്ങാതിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഫോറസ്റ്റിൻ്റെ അടുത്തുള്ള ആളുകളൊക്കെ ഒഴിഞ്ഞു പോയി കഴിഞ്ഞാൽ ആനകളൊക്കെ നേരെ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങും. അതായത് ചുരുക്കി പറഞ്ഞാൽ കാടിനോട് ചേർന്ന് കിടക്കുന്ന ആളുകളെന്ന് പറഞ്ഞാൽ ഒരു പോരാളികൾ തന്നെയാണ്. അവരാണ് ഈ വന്യമൃഗങ്ങളെ ശരിക്കും പറഞ്ഞാൽ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ആ ഒരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. ഇതൊക്കെ പഴയ തൊഴുത്തായിരിക്കും അല്ലേ? അത് തൊഴുത്തായിരുന്നു. അത് പുളി ഉണങ്ങാൻ വേണ്ടിയിട്ട് അവിടെ കുടംപുളി എന്ന് പറയുന്നില്ലേ, പശുവിനെ ഒന്നും ഇപ്പോൾ വളർത്താൻ കൊള്ളിയല്ലോ അല്ലേ? ആ ചേട്ടൻ്റെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബാബു. നിങ്ങളല്ലേ ഏറ്റവും അവസാനം താമസിക്കുന്നത് അല്ലേ? എന്താണ് ചേട്ടാ ഇവിടുത്തെ ഒരു സ്ഥിതി? ഇവിടെ വന്യമൃഗങ്ങളുടെയൊക്കെ ശല്യം ഒരുമാതിരി ഉണ്ട്. ആണല്ലേ? നിങ്ങൾ ഏറ്റവും അവസാനം താമസിക്കുന്നുണ്ട്. എന്നും ഈ ആനയൊക്കെ നേരിടേണ്ടി വരും അല്ലേ? ഇടയ്ക്കൊക്കെ വരാറുണ്ട്. ആണല്ലേ? എല്ലാ ഈ പറയുന്ന കടുവയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടോ? കടുവേനെ കണ്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? പുലിയോ? പുലിയെ കണ്ടിട്ടില്ല. ഇല്ല അല്ലേ? ആനയൊക്കെ പിന്നെ ഇടയ്ക്ക് വരുന്ന? ആനയൊക്കെ ഇടയ്ക്ക് വരാറുണ്ട്. നിങ്ങൾ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഇവിടെ? ഇവിടെ പെങ്ങളുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ആണല്ലേ? ബാക്കിയുള്ളവരൊക്കെ കുടുംബമൊക്കെ? കുടുംബം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാച്ചനും അമ്മയൊക്കെ നേരത്തെ മരിച്ചു പോയത്. ഞാൻ കല്യാണം കഴിച്ചില്ല, ഒറ്റയ്ക്ക് ബാച്ചിലറാണ്. ആണല്ലേ? ഇവിടെ രാത്രിയൊക്കെ ചേട്ടനാണ് അപ്പൊ പടക്കം ഒക്കെ പൊട്ടിച്ച്? ഞങ്ങള് പടക്കമൊക്കെ പൊട്ടിച്ച് അന്നേനൊക്കെ ഓടിക്കും, ശബ്ദമൊക്കെ കേൾപ്പിച്ച്. ആണല്ലേ? അപ്പൊ അത്യാവശ്യം താഴേന്ന് നല്ല ദൂരമില്ല ഇങ്ങോട്ട്? താഴ്ന്ന് നല്ല ദൂരമുണ്ട്. എന്തായാലും ആവശ്യം വന്നാൽ അപ്പൊ ആരെയാ വിളിക്കാം? ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവിടെ അടുത്തുള്ള വീട്ടുകാരൊക്കെ വിളിക്കും, പിന്നെ ഇവരെയൊക്കെ വിളിക്കും. ആണല്ലേ? അടുത്തുള്ള വീട്ടിൽ പറഞ്ഞാൽ ഈ ചേട്ടനൊക്കെ താഴെയല്ലേ? ഒരു താഴെന്ന് കയറി വരണല്ലേ? താഴ്ന്നൊക്കെ വരണം. വണ്ടി സൗകര്യം ഇല്ലല്ലേ? സ്കൂട്ടി കൊണ്ടാണ് അവിടം വരെ വരാം, അവിടം വരെ. ആണല്ലേ? പൊതുവെ എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എത്ര നോക്കി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഇവിടെ എങ്ങനെയാണെങ്കിൽ പിടിച്ചു നിൽക്കണം, അല്ലാണ്ട് പിന്നെ നിർത്തിയില്ലല്ലോ അല്ലേ? ഇറങ്ങി പോയാലും താഴെ ചെന്നിട്ടില്ലേ? ചേട്ടനൊക്കെ എത്ര വർഷമായി ഇവിടെ താമസിക്കുന്നത്? നമ്മള് 90 ഇവിടെ വന്നേ. 90? 26 10-36 വർഷമായി. ആണല്ലേ? ഇങ്ങനെ ആദ്യകാലത്ത് നിങ്ങൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നോ? ആദ്യം ഒത്തിരി വീടൊക്കെ ഉണ്ടായിരുന്നു, അന്നേരം അത്രയും ഇല്ലായിരുന്നു. എല്ലാരും ഇറങ്ങി പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ആൾക്കാരൊക്കെ കുറവായതുകൊണ്ട്. പറമ്പില് എന്താ പ്രധാനം? പറമ്പില് കുറച്ച് കശുവണ്ടി കിട്ടും, അതാ മെയിനായിട്ടുള്ള. വേറെ കശുവണ്ടി ആന അങ്ങനെ പഴം പറക്കി തിന്നും ഇറങ്ങി വന്നാല്. പിന്നെ ഇപ്പൊ ഇവിടെ ചെറുതായിട്ട് ഫെൻസിങ് ഒക്കെ ഉണ്ട്. ഫെൻസിങ് ഉണ്ടോ അവിടെ? ഫെൻസിങ് നേരത്തെ ചെയ്തതാ, ഇടയ്ക്കൊന്നും കേടായിരുന്നു, പിന്നെ ഇപ്പൊ അവര് ശരിയാക്കിയിട്ടുണ്ട്. ആണല്ലേ? രാത്രി ആനയൊക്കെ ഇറങ്ങി എങ്ങനെയാ പടക്കം പൊട്ടിച്ച് ഓടിക്കുവായിരുന്നു? ഓടിക്കുമല്ലേ? തന്നെ ഇറങ്ങി പോവോ അപ്പൊ പടക്കം പൊട്ടിക്കാനോ? ഞങ്ങൾ ഇറങ്ങിപ്പോ. ആണല്ലേ? വേറെ ആ സമയത്തൊക്കെ എങ്ങനെ ഈ പുറത്തേക്കൊക്കെ ഇറങ്ങാൻ പേടിയൊന്നും ഇല്ല? കുഴപ്പമൊന്നുമില്ല, കണ്ട് ശീലമായില്ലേ? മുറ്റത്തേക്കൊക്കെ വന്നിട്ടുണ്ടോ ആന? മുറ്റത്തേക്ക് ഇതിലേ വന്നിട്ട് ഇവിടെ ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞ കൊല്ലം. എന്നിട്ട് ഇങ്ങോട്ട് അടുത്തില്ല, അതിലെ അങ്ങനെ ഇറങ്ങി അങ്ങോട്ട് പോയി. ഇറങ്ങിപ്പോയില്ലേ? നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെയൊക്കെ കൊണ്ടുപോയിട്ട്? ഞങ്ങളുടെ പട്ടീനെ കടുവ കൊണ്ടുപോയി. പട്ടിക്കടുവ കണ്ടവനുണ്ട്. പട്ടിയെ വിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ പിടിച്ചോണ്ട് പോകും. പട്ടിക്കടുവാന്ന് ഉദ്ദേശിച്ചത് വരെയുള്ള സാധനമാണോ ഉദ്ദേശിച്ചത്? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കടുവയില് തന്നെ ഏതോ ചെറിയനോ പട്ടിക്കടുവ എന്ന് ആൾക്കാർ പറയുന്നേ. അത് പട്ടിയെ പിടിച്ച് തിന്നും, അതിന്റെ മെയിൻ ഒരു സ്വഭാവം. അത് മറ്റേ മലങ്കടുവ എന്ന് പറഞ്ഞ വലിയ കടുവ, വരെയുള്ള കടുവ. മറ്റേ അപ്പൊ പുലിയായിരിക്കും ഉദ്ദേശിച്ചത്? പുലിയാണോന്ന് അറിയത്തില്ല, ചെറിയ സൈസ്. അതിനൊന്നും ആൾക്കാർ അങ്ങനെ കാണലില്ല. പിന്നെ പട്ടിയെ പിടിച്ചോണ്ട് പോകുമ്പോ അങ്ങനെ അപൂർവമായിട്ടൊക്കെ, അത് രാത്രിയിലൊക്കെ കണ്ണ് കണ്ടാലേ ഉള്ളൂ. അത് നമുക്ക് എന്നാന്നൊന്നും മനസ്സിലാകുകയല്ലോ, അതിന്റെ ബോഡി ഒന്നും കാണാൻ പറ്റില്ലല്ലോ. വലിയ കടുവേനൊക്കെ പിന്നെ കാണുമ്പോ ഏകദേശം അറിയാം. നമുക്ക് ഇവിടെ കൃഷി ചെയ്താൽ കിട്ടാൻ പാടാണ്. പ്രധാനമായിട്ട് ഇപ്പൊ കുരങ്ങിന്റെ ഭയങ്കര ശല്യമാണ്. ഞാനിവിടെ കുറെ കപ്പ ഇട്ടതാണ്, അത് മുഴുവൻ പറിച്ചു കളഞ്ഞു. വേലിക്ക് കെട്ടിട്ടാ കുരങ്ങ് പറിച്ചു കളഞ്ഞു. എത്ര വലുതായതിനു ശേഷമാണ് അതെയോ? ഇത് അധികം വലുതായില്ല, ചെറുതാകുമ്പോ തന്നെ പറിച്ചു കളഞ്ഞു. വലുതായാലും പറിച്ചു തിന്നും, മുഴുവൻ പറിച്ചു തിന്നും. ചോടോടെ പറിക്കും? അത് മാന്തും, ചോട് മാന്തിട്ട് പറിച്ച് അത് മുഴുവൻ തിന്നും. തമ്പടിച്ച് തിന്ന് തീർത്തിട്ടേ മാറുള്ളൂ. കുരങ്ങ് ഭയങ്കര ശല്യമാ, ഭക്ഷണ സാധനങ്ങളെല്ലാം. അതായത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കശുമാവും ഈ കുറച്ച് റബ്ബറും മാത്രമേ വരുവാനുള്ളൂ. ചെറിയ ഇതൊന്നും ചെയ്യാൻ പറ്റിയല്ല, പാടാ.
അതുകൊണ്ടാണ് നിങ്ങൾ ജീവിക്കുന്നത്. ആ കാട്ടുപന്നി, കുരങ്ങും, ആനയും, കടുവയും, പുലി എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. ഏകദേശം നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. ഇത്രയും കൂടെ കയറിയായി മല കഴിഞ്ഞു കേട്ടോ. അതാ ഇത്രയേ ഉള്ളൂ മല. നമ്മൾ അത്രയും ഉയരത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇതാണ് അടുത്ത് നമ്മളിപ്പം കണ്ടതിൽ 4ാമത്തെ വീട്. ഇതാണ് ആളിറങ്ങി ഇവിടുന്ന് ഒഴിവായി പോയല്ലേ? ഒഴിവായി പോയതാണ്. അതല്ല, നമ്മൾ ആ ചേട്ടനെ ഇപ്പോൾ കണ്ടു. ആ ചേട്ടൻ്റെ വീടാണ് ആ റബ്ബർ ഷീറ്റ് കാണുന്നിടത്താണ്. പിന്നെ മുകളിലൊക്കെ ഉണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ ഒരു കാലത്ത് എത്ര സന്തോഷത്തോടെ ജീവിച്ച പ്രദേശമാണ് ആളുകൾ. ഇപ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് അവരുടെ അയലോക്കാണിത്. ഇവരൊക്കെ ഇറങ്ങിപ്പോയതാണ് കേട്ടോ. അതുകൊണ്ട് ആ ചേട്ടൻ ഒറ്റയ്ക്കുള്ളൂ. ചേട്ടൻ്റെ കുടുംബം പോലും ഇല്ല, എല്ലാവരും കഴിഞ്ഞു പോയി. ഒറ്റയൊക്കെ കിടക്കുന്നുണ്ടോ. ഇവരൊന്നും ഒഴിവായി പോയിട്ട് അധികം കാലം ആയില്ലെന്ന് തോന്നുന്നു. ഇവര് പോയിട്ടൊരു 3 വർഷം ആയതുള്ളൂ. അത്രേ ഉള്ളൂ അല്ലേ? ഇവിടെ വലിയ കുഴപ്പമില്ല. ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാലേ ഈ സ്ഥലം ഇപ്പോൾ കാണാൻ ഇങ്ങനെ ഭംഗിയാണെങ്കിൽ ഇവരൊക്കെ എല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് ഈ പ്രദേശം കാണാൻ എത്ര ഭംഗിയുണ്ടായി. ഒരു മാവൊക്കെ നോക്കി, ഇതൊക്കെ ഒരു മാവാണ്. ഈ മാവിൻ്റെ വലിപ്പം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലായി എത്ര വർഷം. ഇതൊക്കെ എത്ര 10-40 വർഷം പഴക്കമുള്ള, എത്ര വർഷം പഴക്കമുള്ള മാവാണ്. 40 വർഷത്തിന് പഴക്കമുള്ള മാവാണ്. 40-ന്റെ മുകളിൽ കാണുന്നത്. 40 വർഷത്തിന്റെ മുകളിലുണ്ട് ഉണ്ടല്ലേ? വലിയ മാവ്. ഇവിടേക്ക് ഒരു കാലത്ത് കയറിയ കാലത്ത് ഈ പുല്ലുണ്ടായിരുന്നു, പെരമേയുന്ന പുല്ല്. അല്ല തെരുവുപ്പുല്ലല്ല, വാറമ്പുല്ലെന്ന് പറയും. അത് വെട്ടിയിട്ട് അത് ഇവിടുന്ന് ചുവന്നുകൊണ്ട് കൊടുത്തിട്ട് അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു, പെരമേയാൻ വേണ്ടിട്ട്. പിന്നെ ആൾക്കാർ വന്ന് ഇവിടുന്ന് ചെത്തി താഴോട്ട് പെരമേയാൻ വേണ്ടി കൊണ്ടുപോയിരുന്നു. പിന്നെ തെരുവുപ്പുല്ല് കൃഷി ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കശുമാവൻ കൃഷിയിലേക്ക് വന്നു. പിന്നെ കശുമാവന് വില പറഞ്ഞപ്പോ എല്ലാവരും കശുമാവൻ വെട്ടി റബ്ബർ വെക്കാൻ തുടങ്ങി. റബ്ബറിനും വിലയില്ല, കശുമാവനും വിലയില്ല, ഒന്നിനും വിലയില്ലാത്ത ഒരു കാലത്ത് സമൃദ്ധമായിരുന്നു ഈ പ്രദേശം. അതെ അതെ, ജീവിക്കാൻ നല്ല സുഖമുള്ള ഏരിയ ആയിരുന്നു. വെള്ളത്തിനും പ്രശ്നമില്ല, വെള്ളത്തിനൊന്നും വിഷയമില്ലായിരുന്നു. എല്ലാരും ഇങ്ങോട്ട് വന്നേ. എല്ലാരും കൃഷി ചെയ്യാനുള്ള സ്ഥലം നോക്കിയിട്ട്, അന്ന് പട്ടിണി നേരത്തുള്ള കാലമല്ലേ, അന്ന് കൂടുതൽ സ്ഥലം വേണം കൃഷി ചെയ്യാനുള്ളത്. അങ്ങനെ കുടിയേറി വന്നതാ. ഇന്നിപ്പോ എല്ലാരും ഇത് ഇട്ടെറിഞ്ഞ് ഓരോരുത്തരായിട്ട് നാട്ടിൽ നിന്ന് പോകും. ബാക്കിയുള്ളവർ ഇങ്ങനെ നിൽക്കുമല്ലേ? അതെ അതെ. ഞങ്ങളുടെയൊക്കെ കാലത്ത് ഈ പെരകെട്ടൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കല്യാണം പോലെ ആയിരുന്നു. ഈ പ്രദേശത്ത് എല്ലാവരും കൂടെ വന്ന് ഒരു പെരകെട്ടും, അടുത്ത ദിവസം വേറെ വീട്ടിന്റെ പെരകെട്ട്. അത് ഭയങ്കര ആഘോഷമായിരുന്നു ആ കാലത്തൊക്കെ. കാരണന്മാരൊക്കെ കോണവും ഈ താറുവാച്ചി പെരയുടെ മുകളിൽ കയറുന്നത് അതൊക്കെ ചേട്ടന്റെ കാലത്തും ഉണ്ടല്ലേ? പിന്നെ എന്റെ കുഞ്ഞുനാളെന്ന് പറഞ്ഞാൽ എനിക്ക് 10 വയസ്സുള്ളപ്പോ ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ജനുവരി കാറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു പെരയുടെ മുകളിലും പുല്ലുണ്ടാവില്ല, എല്ലാം പഴയ പുല്ലല്ലേ. പിന്നെ പുതിയ പുല്ല് ഇതുപോലെ ചെത്തി കൊണ്ടുവന്ന് എല്ലാ വർഷം വേണം. നല്ല പോലെ മേഞ്ഞ് വാരിയൊക്കെ ഇട്ട് കെട്ടുന്നതാണ് ഒരു 3-4 വർഷം ഇരിക്കും. ഇല്ലെങ്കിൽ പഴകിയിട്ടുണ്ടെങ്കിൽ കാറ്റ് ഉറപ്പിച്ചെല്ലാം. പിന്നെ അതിനകത്ത് എലി ഉണ്ടാവും, എലി കയറി എല്ലാം കണ്ടിട്ട് നേരിട്ടല്ലേ ആളുകളുടെ ജീവിതം. പിന്നെ നമ്മുടെ ഈ കാട്ടില് ഈ ആഴ്ത്തുമര എന്ന് പറഞ്ഞ ഓലയുണ്ട്, അത് മുറിച്ചോണ്ട് വന്നിട്ട് അതും കൊണ്ട് മേഞ്ഞ് പെരമേയും. പിന്നെ നമ്മുടെ തെങ്ങിന്റെ ഓല, അങ്ങനെയൊക്കെ ആയിരുന്നു പെരകള്. ഒന്നും ഇതുപോലെയല്ലോ, ഒരു 2 റൂം കഷ്ടി ഉണ്ടാവും, അങ്ങനത്തെ കാലമായിരുന്നു. പക്ഷെ ആ 2 റൂമില് സ്വസ്ഥതയും സമാധാനം ഉണ്ടായിരുന്നു. പിന്നെ ഭക്ഷണത്തിനും ബുദ്ധിമുട്ടില്ല, വിഷാംശങ്ങളൊന്നും ഇല്ലാത്ത ഭക്ഷണങ്ങളായിരുന്നു. ഒന്നുമില്ല. ഒന്നാമത് ഈ കാട്ടിലെ വെള്ളം തന്നെ നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പകുതി രോഗം. അതെ അതെ. ഫീലിംഗ് കേട്ടോ. ചേട്ടൻ ആ കഥയൊക്കെ പറഞ്ഞിട്ട് ഇതിങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ആ ഓർമ്മകളിലേക്ക് കഥ നമ്മുടെ മനസ്സിങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വീണ്ടും നമ്മൾ റോഡിലേക്ക്, അതിലെ ഇങ്ങനെ ഇറങ്ങി റോഡിലേക്ക് തന്നെ പോയി. ഇനി നമ്മൾ മുകളിലേക്ക് വഴിയുണ്ട് കേട്ടോ. ഈ വീട്ടിലാ താമസമുള്ള? വീട്ടിലാളുള്ള? ഈ ചേട്ടനാണ് ഇവിടുത്തെ മെയിൻ ആള്. ഈ മൃഗങ്ങളൊക്കെ ഏകദേശം ഇവിടുന്ന് ആനേനെല്ലാം തടഞ്ഞു നിർത്തുന്ന ആളല്ലേ. ഇതിലേ ഇങ്ങനെ ഇറങ്ങി വരും. ഈ ചേട്ടൻ്റെ കാര്യം താഴോട്ട് പറയുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് ഫൈറ്റർ ഓഫ് പാലത്തുംകടവ്. ഒരു പോരാളി അവിടെ നിൽക്കുന്നുണ്ട്. ഇവരാട്ടോ. നിങ്ങളായിരിക്കും ഏറ്റവും അവസാനം താമസിക്കുന്നവരല്ലേ?
ഇവിടെ കപ്പ വെട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. ഇതൊക്കെയാണ് ഈ നാട്ടിൻപുറത്തെ കാഴ്ചകൾ. ഏതായാലും ചേട്ടനും വരുന്നുണ്ട്. ചേട്ടൻ പറമ്പിൽ പണിയാണ് നമ്മൾ വരുന്നത്. അങ്ങനത്തെ ചേട്ടൻ പറമ്പിൽ നിന്ന് വരുന്ന ഒരു കാഴ്ചയെന്ന് കാണാമെന്ന് വെച്ചിട്ട് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. കുടിവെള്ളമൊക്കെ കണ്ടോ, ഇതൊക്കെ ഇവർ കുടിക്കുന്ന വെള്ളമാണ്. ഇതുപോലെ പൈപ്പ് ഇട്ടാണ് കേട്ടോ കൊണ്ടിരുന്നത്. ആ ചേട്ടൻ എത്ര പ്രായം ഉണ്ടാവും ആ ചേട്ടൻ. പറമ്പിൽ നിന്ന് വെട്ടി കൊണ്ടുവരും. എല്ലാം പുള്ളി വാഴ നട്ടാ കുറെ ആന ഇറങ്ങി എല്ലാം ഇത്ര അടുത്ത് വന്നിട്ട് ചെയ്യുന്ന ഇത് കംപ്ലീറ്റ് ആന കളഞ്ഞ കേട്ടോ. ഈ പുള്ളി കൂടെ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ആനയും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് എല്ലാവരും പരുവത്തിലാക്കും. അതേ അവസ്ഥയല്ല. ഈ പുള്ളിയാണ് ഇതിനെല്ലാം ഇവിടെ ഏകദേശം 90% പിടിച്ചു നിർത്തുന്നത്. 80 വയസ്സായി. അതിൻ്റെതായ പണി എന്നായിരുന്നു? പണിക്ക് ആളെ കിട്ടാനില്ല അല്ലേ? ആരെങ്കിലും വിളിച്ച് പറിക്കാൻ പറ്റിയ ദൈവം തന്നാലും അത് നമുക്ക് അറിയാൻ പറ്റും. അതെ 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 അതെ. കാരണം അത് പറിച്ചില്ലേ കഷ്ടമാണ്. അതെ അതെ. അപ്പൊ അതിന് ഇങ്ങനെ പറിച്ചേക്കാവുന്നത്. ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? എന്റെ പേര് പള്ളിപ്പേര് അബ്രാഹം, വിളിക്കുന്ന അവരാച്ചൻ. അവരാച്ചൻ. എത്ര വർഷമായി ഇവിടെ? എനിക്ക് 80 വയസ്സിന്റെ അടുത്തായി. എത്ര വർഷമായി ഇവിടെ ഈ നാട്ടില്? ഇവിടെ 55 വർഷം കഴിഞ്ഞു. 55 വർഷമായി. 55 വർഷമായിട്ട് ചേട്ടനും കാണുന്ന സ്ഥലമാണ്. ഇവിടെ ഈ മൂന്നോട്ട് സ്ഥലമുണ്ട്. അത് എല്ലാം ഫുള്ള് കശുമാവായില്ല. 10-100 കശുമാവ് കൂടെ വെക്കാൻ സ്ഥലമുണ്ട്. അപ്പൊ അതെല്ലാം വെക്കണം. അത് അടുത്ത വർഷം കുറച്ച് കശുവണ്ടി പാകിയിട്ട് ഈ ബ്ലോക്ക് മാവിന് കേട് കൂടുതലാണ്. അത് പിന്നെ കേട് കൂടുതൽ ഒരു 10-15 വർഷം ആയുസേ ഉള്ളൂ അതിന്. അത് പോവും. അപ്പോൾ അന്നേരം നോക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്ത് മക്കൾക്ക് വന്നാലും മക്കളുടെ പണിയൊക്കെ കൂലിപ്പണിയൊക്കെ എടുത്താണ് ജീവിക്കുന്നത്. ആന കുറച്ച് ആ മോള് ആ സൈഡിലൊരു വേലി, ഈ സൈഡിലൊരു വേലി, 2 വേലിയാണ്. ഒരു വേലിയുടെ സ്വിച്ച് ബോർഡ് ആക്കാണ്. ഫെൻസിങ്ങിന്റെ ഒരു സൈഡ് ആ വേലി. സോളാറല്ലേ? അങ്ങനെ ആനയും കടുവയുണ്ടല്ലേ? ഇതൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ടല്ലേ? എന്തോ കടുവയൊക്കെ നേരിട്ട് കണ്ടിട്ടുണ്ട്? ഇല്ലില്ല, കടുവായിന്ന് കണ്ടിട്ടുണ്ട്. കടുവായി കഴിഞ്ഞ ആഴ്ചയിലും കൂടെ ഇവിടെ വന്നതാ. ഒരു പട്ടിയാണ്, പട്ടിയെ പിടിക്കാൻ വേണ്ടി. പട്ടിയെ പിടിക്കും. പിന്നെ ആദ്യമൊക്കെ കന്നുകാലി ഉണ്ടായിരുന്നു. കന്നുകാലിയൊന്നും പിടിച്ചിട്ടില്ല. അതെല്ലാം പിന്നെ അന്നൊക്കെ ആനശല്യം കടുവാശല്യം ഒന്നും ഇല്ലായിരുന്നു. ഇതിപ്പോ ഈ പോർഷയിൽ നിന്ന് വരുന്നു. എവിടുന്ന് വരുന്നോ, കർണാടക പോർഷയിൽ നിന്നാണോ എവിടുന്നാണോ അറിയില്ല. അങ്ങനെ എല്ലാ തരത്തിലും മൃഗങ്ങളും ശല്യവും. പിന്നെ നമ്മളിവിടുന്ന് ഇട്ടേച്ച് പോയാൽ കഴിഞ്ഞു പരിപാടി. ചേട്ടന് എത്ര മക്കളുണ്ട്? എന്തോ എനിക്കോ? മക്കള് 5 മക്കൾ. ഒരാൾ ഈയിടെ ആക്സിഡന്റായിട്ട് മരിച്ചു. എല്ലാരും താഴേക്ക് പോയി. എന്തോ എല്ലാരും താഴേക്ക് ഇറങ്ങി? അതെ അതെ. എല്ലാവരുടെയും കല്യാണം കഴിഞ്ഞു. ആരും ഇവിടെ ഇല്ല? ആരുമില്ല. നിങ്ങൾ 2 പേരും മാത്രമേ ഉള്ളൂ? ഞങ്ങൾ 5 മക്കൾ എനിക്ക്. അത് പിന്നെ ഒരു പെണ്ണ് 4 ആണോ. എല്ലാവരുടെയും കല്യാണമൊക്കെ കഴിഞ്ഞു. ഒരാൾ ആക്സിഡന്റായിട്ട് മരിച്ചുപോയി. അവരെല്ലാം കൂലിപ്പണിയൊക്കെ എടുത്ത് കഴിഞ്ഞു കൂടുക. പിന്നെ അവരെ ബുദ്ധിമുട്ട്. അടുത്ത പ്രദേശത്തൊക്കെ ഉണ്ടോ? എന്തോ ഈ അടുത്ത പ്രദേശത്തൊക്കെ ആണോ അവരോ? അതെ അതെ. ഒരാൾ മലപ്പുറത്ത്, ഒരാൾ കുറ്റിപ്പുറം, പിന്നെ ഒരാളിപ്പം ഷാർജിലാണ്. അവരൊരു ഹോം നേഴ്സായിട്ട് ഇങ്ങനെ ജോലി ചെയ്യുന്ന. എല്ലാവരും ദൂരെ അല്ലേ? അതെ. ഇതൊക്കെ വാഴ ഒക്കെ ആന കളഞ്ഞായിരിക്കും അല്ലേ? അതെ അതെ. ഇത് മൊത്തം കളഞ്ഞ? എല്ലാം കുരങ്ങിന്റെ ശല്യമുണ്ട്. കുരങ്ങും അല്ലേ? പിന്നെ കുരങ്ങ ഭയങ്കരമായിട്ട് കൊലയാകുമ്പോൾ. ഇത് എത്ര വാഴ ഉണ്ടായിരുന്നത്? ഇത് 200 വാഴ. 200 വാഴ ആന കളഞ്ഞ കേട്ടോ. നമുക്കത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും വാഴ ആന കളഞ്ഞത്. പിന്നെ അവിടെ വരെ അത് കുറെ കളഞ്ഞ് ഞാൻ നോക്കി നോക്കുകയാണ്. മോളി മുതൽ ഇങ്ങോട്ട് ചേട്ടൻ കഷ്ടപ്പെട്ട് നട്ട് വളർത്തിയ വാഴകൾ കംപ്ലീറ്റ് ആന കളഞ്ഞ കേട്ടോ. അതിനുശേഷം തന്നെ മുളച്ച് വന്നിരിക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. മുകളിലോട്ടെല്ലാം കപ്പയിട്ട് പന്നി ആനയെല്ലാം കൂടെ 3 കപ്പയുണ്ടായിരുന്നു. ആണല്ലേ? അത് ഒരു 200 കപ്പയുണ്ടായിരുന്നു. അത് മൊത്തം കളഞ്ഞു. ഒരാഴ്ച 1 കിലോ കപ്പ പറിച്ചുകൊണ്ട് ഞാൻ കൊടുത്തു. ആ കപ്പ പറിച്ചുകൊണ്ട് കൊടുത്തിട്ട് പിന്നെ നമുക്ക് പിറ്റേ ആഴ്ച നമുക്ക് പഠിക്കാൻ. പിറ്റേ ദിവസം പോകാൻ കയറി. പിന്നെ അവന് വഴി സൗകര്യമില്ല. അതാണ് വഴിയില്ലാത്തതുകൊണ്ട്. അല്ലെ നമുക്ക് എവിടെയെങ്കിലും കൊണ്ട് കൊടുക്കാൻ. അതാ ഏറ്റവും വലിയ തലവേദന. വഴിയില്ലാത്തല്ലേ? ചേട്ടൻ കുരുമുളക് പൊളിക്കാൻ പോയി കേട്ടോ. ചാക്കിൻ്റെ അകത്തൊക്കെ കുരുമുളക്. അതിനകത്ത് കുരുമുളകായിരിക്കും അല്ലേ? കുരുമുളക്. 80 വയസ്സായ അവറാച്ചൻ ചേട്ടനാണിത്. ചേട്ടൻ്റെ ഒരു ചെരുപ്പ് പോലും ഇടാതെ
നമിക്കണം കേട്ടോ, നമിക്കണം. നടന്ന് ചേട്ടൻ്റെ കാലൊക്കെ വളഞ്ഞതുണ്ടോ? അധ്വാനിച്ച് വളഞ്ഞതാണ്, അല്ലാണ്ട് പറയുന്നില്ല. അധ്വാനം കൂടി ഭാരം ചുമന്ന് വളഞ്ഞതാണ്. മനോഹരമായ സ്ഥലമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ നല്ലൊരു ഇത്രയും നേരം നല്ല ചൂടാണ്. ഇപ്പം നല്ലൊരു തണുത്ത കാറ്റും. ഇരിക്കുന്ന കളിയാ കസര. ഇതുവരെ നമുക്കൊരു അംഗീകാരം ഇതുവരെ കിട്ടിയിട്ടില്ല. കഴിഞ്ഞ വർഷം 2 പ്രോത്സാഹന സമ്മാനം എന്ന് പറഞ്ഞാൽ ഒരു ട്രോഫി തന്നു. എന്ത് കൃഷിക്കാ? കൃഷിക്കാ? ആ, കൃഷിക്ക്. അതല്ലാതെ എന്താ പറയണ്ടേ, അപ്പോൾ നമുക്ക് ഓട്ടോക്കൂലി കടം പറഞ്ഞിട്ടാണ് ഇവിടുന്ന് ഈ ട്രോഫി മേടിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങാടി കടയിൽ പോയിട്ട് ട്രോഫിയൊക്കെ മേടിച്ച് വന്ന്. ഓട്ടോക്കൂലി പോലും തന്നില്ല അവര്? ഓട്ടോക്കൂലി പോലും തന്നില്ലേ? ഇല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇതിലും ഭേദം അവിടെ വളം എടുപ്പുണ്ട്, ഒരു 2 ആൾക്ക് വളം വെച്ചാൽ 3-4 തെങ്ങുണ്ട്. ട്രോഫി കിട്ടിയിട്ട് എന്നാ എന്താ പഠിക്കുക? അല്ലെങ്കിൽ ഒരു 10,000 അല്ല 1 രൂപയോ അല്ലെങ്കിൽ 10,000 രൂപയൊക്കെ ഞാൻ മെമ്പർമാരൊക്കെ പറഞ്ഞു. വെറുതെ ബുദ്ധിമുട്ടിച്ച് ആ നേരത്തിന് വീട്ടിൽ എന്തെങ്കിലും പറ്റുന്ന പണിയെടുക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയാണ് ഇവിടുത്തെ ഇടപാടുകൾ. എങ്ങനെയായാലും കൃഷിക്കാർക്കെല്ലാം കണക്കാണ്. കാരണം എന്നാ പറയുന്നത്, മേടിക്കുന്ന സാധനത്തിന് വമ്പും പൈസ, കൊടുക്കുന്നതിനും പൈസ ഉണ്ട്. പക്ഷേ ഇപ്പോൾ ഈ ഒരു ആൾക്കാരെ പണിയാൻ കിട്ടാനില്ല. എല്ലാ തരത്തിലും മനുഷ്യന് ബുദ്ധിമുട്ട് തന്നെ. പിന്നെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ കപ്പയോ എന്തെങ്കിലുമൊക്കെ കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കാട്ടുമൃഗങ്ങൾ അതിൻ്റെ ശല്യം, അങ്ങനെ കുരങ്ങായിട്ടും ആനയായിട്ടും എല്ലാ തരത്തിലും. ഇപ്പോൾ 2-3 ആഴ്ചയായിട്ടുള്ള ആനശല്യം കുറച്ച് കുറഞ്ഞില്ല. അല്ലെങ്കിൽ ഈ വേലിയൊക്കെ കളഞ്ഞിട്ട് വേലിയുടെ മുകളിലോട്ട് കമ്പൊക്കെ പറക്കിയിട്ടിട്ട് ആന കിടക്കുവാണ്. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ജീവിതം. ഇനിയിപ്പം അത് ഈ കുരങ്ങനെയൊക്കെ നോക്കിയിരിക്കണം. പടക്കമൊക്കെ മേടിച്ച് പടക്കം പൊട്ടിച്ച് ഓടിച്ചൊക്കെ വരണം വരുമ്പോൾ. ഇത്രയും കാണിച്ച് അവർ തിന്നതിൻ്റെ ബാക്കി നമുക്ക് കിട്ടും. കഴിയണം കുറേ തന്നു. ദൈവത്തോടുള്ള പ്രാർത്ഥനയില്ല, പ്രാർത്ഥന കണ്ടീഷനുകളെ. അല്ലെങ്കിൽ ഇതിലെ 2 കൊല്ലം ഈ റോഡെ ഒരു താഴ്ന്ന ഒരു ഓട്ടോയും മറിച്ചിട്ട് ആന വന്ന് പോയല്ലേ ഈ വഴിക്കാനല്ലേ? ഈ റോഡിന് ഇതിന്റെ ഈ കാണുന്ന വഴി മുകളിലേക്കോ? അതിനപ്പുറത്ത് പിന്നെ കുറച്ചപ്പുറത്ത് വേറെ ടീമിന്റെ സ്ഥലങ്ങളാണ്. അവിടെയൊക്കെ ആളുകളുണ്ടായിരുന്നല്ലേ? ആൾക്കാരുണ്ടായിരുന്നു. എല്ലാം താഴോട്ട് പോയത്. 5 സെന്റ് സ്ഥലവും 5-10 സെന്റ് സ്ഥലമൊക്കെ പോയതാ. പിന്നെ സ്കൂളിലൊക്കെ പിള്ളേരെ വിടാനും ഒക്കെ ഒരു കാലത്ത് ഇഷ്ടം പോലെ ആളും ബഹളമൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമല്ലേ? അതെ. ആൾക്കാരുള്ളത് ഇങ്ങനെ വലിയ കുഴപ്പം വരില്ലായിരുന്നു. പിന്നെ കാട്ടുമൃഗങ്ങളും പെരുകി, ആനയായിട്ടും കടുവായായിട്ടും എല്ലാം പെരുകി. ആളില്ലാണ്ടായി കഴിഞ്ഞപ്പോ എല്ലാം താഴേക്ക്. അതെ. കുറച്ചെങ്കിലും ഇതൊക്കെ തടഞ്ഞു നിർത്തുന്നത് നിങ്ങൾ തന്നെയായിരിക്കും. അതിപ്പോ നമ്മൾ തന്നെ. ഞാനിവിടുന്ന് എല്ലാവരും പോയി അവരാജനം പോയി നമ്മുടെ ഇടപാട് തീർന്നു. ആനയായിട്ടും കടുവായായിട്ടും ഒക്കെ കിടക്കുന്നു പറയുന്നത് എല്ലാവരും പറഞ്ഞോണ്ടായിരിക്കുന്നത്. പിന്നെ വല്ലപ്പോഴും പോഷക ഇന്നാളൊരു 5-8 മടക്കം കൊണ്ട് തന്നു. അത് പൊടിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ലൈറ്റ് അടിച്ച് കാർച്ചയും കൂച്ചയും ഒച്ചപ്പാടും പോലൊക്കെ ആയിട്ട് അങ്ങനെ കുറച്ച് പേടിയുള്ള പോവും. മറ്റേനാണെങ്കിൽ പോവില്ലല്ലേ? പിന്നെ പേടിയുള്ള എല്ലാ ആനയും പോവും. പേടിയില്ലാത്തതൊക്കെ തിരിഞ്ഞൊക്കെ നിൽക്കും. കൂടി നമ്മളൊക്കെ അടുത്ത് തന്നെ ഓടിക്കുകയൊക്കെ ചെയ്യും. പറമ്പിലെ പ്രധാന ആദായം എന്തൊക്കെയാ? ആദായം ഇപ്പോൾ ഈ കശുമാവ് മാത്രമേ ഉള്ളൂ. കൊടി കഴിഞ്ഞ് 2-3 വർഷം കഴിയണം മുളകാണ് പണിയെടുത്താൽ. അല്ലെങ്കിൽ അത് കിട്ടില്ല. പിന്നെ പോയിട്ട് കശുവണ്ടിയേ ഉള്ളൂ. കശുവണ്ടി 2 വർഷം മുമ്പ് 10-12 കിലോ രണ്ട് കിട്ടിയായിരുന്നു. കഴിഞ്ഞ വർഷം അതിൻ്റെ പകുതിയെ കിട്ടി. 12 കിലോ? 12 കിണ്ടൽ. കഴിഞ്ഞ വർഷം അതിൻ്റെ പകുതിയെ കിട്ടുള്ളൂ. എന്താ പറ്റി അങ്ങനെ? അത് ഇവിടെ ഈ പോർഷൻ്റെ ഏരിയ ഉണ്ട്. ഈ ഓരോ പ്രാണികളുടെ ശല്യം ഉണ്ടാവും. അതിൻ്റെ കൂമ്പ് കരി, പിന്നെ മാവ് മൊത്തം ഇലയെല്ലാം കരിഞ്ഞു പോവും. അതിന് മരുന്നൊക്കെ അടിക്കണം. വളക്കടയിൽ പോയാൽ മരുന്ന് കിട്ടും. അതിപ്പം അടിച്ചപ്പോൾ ഇപ്പം 200 ലിറ്ററിന് മരുന്നടിച്ചു. പിന്നെ ഈ കടിച്ചിന് ഉള്ള മരുന്ന് അത് തന്നെ 3500 രൂപ. അത് അടിച്ചു കിടത്തപ്പോൾ അടിച്ചതിൻ്റെ ആളെ എല്ലാം കൂടി അടിച്ചപ്പോൾ 9500 രൂപ. പണിക്കൂലിയെല്ലാം കൂടി. അത് പൈസയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ നമ്മളെ ഒരു സുഹൃത്തിനോട് ഒരു 10,000 രൂപയെല്ലാം മേടിച്ച് ചെയ്തു. ബാക്കി കുഞ്ഞിപ്പോൾ അടുത്ത വയക്കാകുമ്പം ഈ അണ്ടി കിട്ടിയാലും അതിനകത്ത് നമുക്ക് ഒന്നും പറമ്പിലൊന്നും അതുകൊണ്ട് ഒരു മെച്ചമൊന്നും കിട്ടിയില്ല. 2 ശരിക്കും മാവിനൊക്കെ പണിയെടുത്ത് മാവ് 4-5 ഏക്കർ സ്ഥലം ഫുള്ള് മാവുണ്ടെങ്കിൽ ഒരു 10-20 കിണ്ട് അണ്ടി കിട്ടിയാൽ 10-25 കിണ്ട് അണ്ടി കിട്ടുവാണെങ്കിൽ അതിനകത്ത് കുറച്ച് പൈസ ബാക്കി വരുത്തി. ഇപ്പം കുറച്ച് വിലയുണ്ട്. പണ്ടൊന്നും ഈ വിലയില്ലായിരുന്നല്ലോ. ആ വിലയൊക്കെ ഉള്ളതുകൊണ്ട് അതിനകത്ത് ഒരു 10-20 കിണ്ട് അണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് 1 ലക്ഷം രൂപയൊക്കെ നമ്മൾ കുറെ പണിയെടുക്കുവാണെങ്കിൽ ബാക്കി വരുത്താം. ഇപ്പം എല്ലാം പണിക്കൂലി എല്ലാം കൂടി പെണ്ണുങ്ങളൊന്നും കിട്ടാറില്ല. എല്ലാം തൊഴിലുറപ്പ് പെണ്ണുങ്ങൾ പോവും.
പിന്നെ ഇപ്പം ആൾക്കാരെ കൂട്ടി പണിയെടുപ്പിക്കുന്ന ഹിന്ദിക്കാരെ എല്ലാം കൂട്ടി കൊടുത്തിട്ട് പണിയെടുപ്പിക്കുന്നു. അവർക്ക് ഇച്ചിരി കൂലിയും കുറവുണ്ട്, പണിയെടുത്തോളും. അങ്ങനെയൊക്കെ ആയി. ഇനിയിപ്പോൾ നമുക്കൊക്കെ ഇപ്പം ആളുകളെ ഞാനിന്ന് ഒരാൾ പറഞ്ഞു, നമുക്കിപ്പോൾ തീരെ 2-3 കൊല്ലം കൂടെ കഴിയുമ്പം പറ്റാണ്ടായി കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലും പോകണം. അതിവിടെ ഒരു വണ്ടി പോലും പറ്റിയല്ലോ. പിന്നെ ഈ റോഡൊക്കെ കിട്ടുവാണെങ്കിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ കൂട്ടറയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കൂട്ടറെ പോയിട്ടാണെങ്കിൽ ഇവിടെ രാവിലെ പോയി അവിടുന്ന് കൂട്ടറെ പോയിട്ട് തിരിച്ചു വരണമെങ്കിൽ 350 രൂപ കൊടുക്കണം. അങ്ങനെ വണ്ടിക്കാർ പല റൈറ്റുകളും മേടിക്കും. ഈ മലമുകളിൽ താഴേക്ക് ഇറങ്ങാറുണ്ടോ? അങ്ങനെ ഉണ്ടുണ്ട്. ഞാൻ ഇവിടെ താഴെ ഒരു ജീപ്പുണ്ട്. ആ ജീപ്പിന് പള്ളിയിൽ പോവും. അത് ഞായറാഴ്ച ദിവസം. പിന്നെ അച്ഛൻ തന്നെ പറഞ്ഞു വറ്റിയിലെ വരണ്ട അവരാഞ്ഞേട്ടാ, പിന്നെ അത് സാരമില്ല എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഇന്ന് പോയില്ല, കഴിഞ്ഞ ഞായറാഴ്ച. ഈ ഞായറാഴ്ച ദിവസം പോകുന്നതായിരുന്നു. ഇവിടെ ഇറങ്ങണമെങ്കിൽ 2-3 കിലോമീറ്റർ താഴേക്ക് ഇറങ്ങണം അല്ലേ? 2-3 കിലോമീറ്റർ താഴേക്ക് പോകണല്ലേ? 2 കിലോമീറ്റർ വെച്ചുണ്ടല്ലേ? അതും ഭയങ്കര ഇറക്കവും തിരിച്ചുകൊണ്ട് ഭയങ്കര നടന്നിറങ്ങിയല്ലേ. പെണ്ണുങ്ങൾക്ക് 2 കാലിലും, എനിക്ക് പിന്നെ ഒരു കാലിലേ ഉള്ളൂ. ആ വണ്ടിക്കാർ ഒന്ന് താഴേക്ക് പോകുമ്പോൾ അവരുടെ കൂടെ പോകൂലേ? പോകും. അപ്പൊ അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ട് പോകുന്നു. പിന്നെ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ആവട്ടെ. എപ്പോ എന്തെങ്കിലും ദൈവം ഒരു വഴി കാണിച്ചു ജനിച്ചതല്ലേ അല്ലേ? നമുക്ക് എന്തെങ്കിലും വഴിയൊക്കെ കാണാം. അത് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു കാഴ്ചപ്പാടി പോവാ. വീട് നാട്ടുകാരെല്ലാം കൂടെ പിരിവെടുത്ത് ഇവിടെ ഒരു അച്ഛനുണ്ടായിരുന്നു. അച്ഛൻ ഇവിടെ നിന്ന് പോയി 2 വർഷം കഴിഞ്ഞു. അപ്പൊ അങ്ങനെ അവര് അതാ ഞാൻ വിചാരിച്ചു ഒരു പുതിയ വീട് പോലെ തോന്നി. എന്തോ പുതിയ വീട് പോലെ തോന്നിയായിരുന്നേ. പുതിയ വീട് ഇപ്പൊ 2 വർഷം ആവുന്നു. ഓടൊക്കെ പഴയ ഓടാ, ഓരോ വീടിന്റെ ഒക്കെ എടുത്തു വന്നിട്ട് എന്നാലും അല്ലേ ഉറപ്പുള്ളൊരു വീടായല്ലോ അല്ലേ? അതെ, ആൾക്കാരെല്ലാം നമ്മളോട് അതുപോലെ സ്നേഹമുണ്ട്. കാരണം ഇവിടുന്ന് രാത്രിക്ക് ആണല്ലേ ഈ ആനയെ ഓടിക്കാനും ഒരാഞ്ചേട്ടൻ പോയാൽ തീർന്നു പറഞ്ഞാൽ എല്ലാവരും പറയപ്പെടും. 6-ാം ചേട്ടൻ പോയാല് ആന കൂടി നടക്കുമെന്ന് പറഞ്ഞിട്ടിരിക്കും എപ്പോഴും. ചേട്ടനുള്ളതുകൊണ്ട് എങ്ങനെ എത്രയും ആൾക്കാർ പറയാറുണ്ട്. എല്ലാരും പറഞ്ഞു, എന്നോട് പറഞ്ഞു ചേട്ടനാണ് അവസാനത്തെ പോരാളിന്ന് പറഞ്ഞു. അതെ അതെ. അപ്പൊ അങ്ങനെ ഒരു സമാധാനത്തിൽ നിൽക്കുക. വന്നു കഴിഞ്ഞാൽ ഇവിടെ മെറ്റത്ത് തീയൊക്കെ കൂട്ടും, പടക്കം പൊട്ടിക്കും, അങ്ങനെയൊക്കെയാ ഓടിക്കുന്നത്. ചേച്ചിയുടെ പേരെങ്ങനെയാ? എൻ്റെ പേര് ത്രേസ്യാമ്മ, തെയ്യാമ്മയെന്ന് എല്ലാവരും വിളിക്കുന്നു. എത്ര വയസ്സായി? 73 വയസ്സ്. 73. ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ എനിക്ക് ഇവിടെ വരുമ്പോൾ 22 വയസ്സേ ഉള്ളൂ. ഏകദേശം 50 വർഷത്തിന് മേലെ ഇവിടെ ജീവിച്ചിട്ടുണ്ടല്ലേ? ജീവിച്ചു. പണിത് ഇത്രയേറെ എത്തി. ഇപ്പം നടക്കാൻ മേല, മുട്ടിൻ്റെ ദേയമാനം പള്ളി. കാലം അധ്വാനിച്ച് ജീവിച്ചല്ലേ? അത്രയും കാലം അധ്വാനിച്ചു. ഈ റോഡും ഒന്നും ഗുണമില്ല. മഴക്കാലത്ത് ഞങ്ങൾക്ക് രണ്ടിനാകെ വിഷമം. എന്നാന്ന് വെച്ചാൽ ഞങ്ങൾ 2-3 വീട്ടുകാരെ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. ഒന്ന് താഴോട്ടൊന്നും ഇറങ്ങി പറ്റാനൊന്നും പറ്റൂല. നമുക്ക് നടക്കാൻ മേല, കാലുമേല. പെട്ടെന്ന് വിളിച്ചാൽ എത്താൻ പറ്റുന്ന സ്ഥലമല്ലല്ലോ. അല്ല, ആനയൊക്കെ വരുമ്പോൾ ചേട്ടനായിരിക്കുമല്ലേ രാത്രി ഓടിക്കാൻ പോകുന്നത്? ചേട്ടനാ ഓടിക്കുന്ന. ആനയുടെ പുറകെ പോകാൻ എനിക്ക് എന്നാ സാധനം കണ്ടാലും ഞാൻ ആ നിൽക്കുന്നിടത്ത് നിൽക്കും, അല്ലാതെ എനിക്ക് ചലിക്കാൻ പോലും പറ്റും. ആനയെ കണ്ടിട്ടുണ്ടല്ലേ? ഇഷ്ടം പോലെ. ഇവിടെ ഈ മുറ്റത്ത് ഇതിലൂടെ വന്ന് പോകുന്നല്ലേ. പിന്നെ ഒച്ച കേൾക്കുമ്പോഴേ ഇവിടെ കിടന്ന് പോലും കാറിലും ഒച്ചപ്പാട് ആരോടെങ്കിലും ഒക്കെ വിളിച്ചു പറഞ്ഞ ആരെങ്കിലും ഒക്കെ വന്ന് അവര് പറഞ്ഞു താഴെ വലിയ ഒച്ചപ്പാടൊക്കെ കേൾക്കാന്ന് പറഞ്ഞു മോളിന്ന്. ആനയെ ഓടിക്കുന്നുണ്ട്. പുള്ളിക്കും വയ്യാണ്ടായില്ല, കാലും മേല. എന്നാലും അടങ്ങിയിരിക്കൊന്നുമില്ല പുള്ളി. എന്തെങ്കിലുമൊക്കെ പറമ്പിൽ പണിയെടുത്തോണ്ടിരിക്കൂടെ? എന്തെങ്കിലുമൊക്കെ ചെയ്യാണ്ടിരിക്കുകയല്ല. ഇത്രയും ആനകളും മറ്റ് ജീവികളും കൃഷിയൊക്കെ നശിപ്പിച്ച് കളഞ്ഞാൽ എന്നാലും കൃഷി നിർത്തുന്നൊന്നുമില്ലല്ലേ? കൃഷി നിർത്തുന്നില്ല. ഈ കൊല്ലം മാത്രമേ ഇപ്പൊ കപ്പ ഇല്ലാത്തുള്ളൂ. നമ്മള് കഴിഞ്ഞ കൊല്ലം മുഴുവൻ പന്നി കളഞ്ഞ കാരണം വയ്യാണ്ടുമായില്ലേ. അതുകൊണ്ടിട്ട് പിന്നെ പിള്ളേരും പറഞ്ഞു പറ്റുന്നത് ചെയ്താൽ മതി, കിടന്ന് കഷ്ടപ്പെടണ്ട എന്നെല്ലാം പറഞ്ഞ കാരണം കൊണ്ട്. പിന്നെ സാമ്പത്തികമായി ഇച്ചിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. നമുക്ക് വേറെ ആദായം ഒന്നും ഇല്ലല്ലോ. നീ അണ്ടി കിട്ടുന്നല്ലോ. കഴിഞ്ഞ കൊല്ലം 2 കൊല്ലം മുമ്പൊക്കെ കുരുമുളക് ഉണ്ടായിരുന്നു, കപ്പയുണ്ടായിരുന്നു, വാഴ ഉണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ഓരോ പണികൾ ചെയ്യാൻ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പം വയ്യാതെയായി, ഇതെല്ലാം ഇല്ല. ഇനിയിപ്പോൾ ഈ കപ്പലണ്ടി കൊണ്ട് വേണ്ട നമ്മുടെ എല്ലാ കാര്യങ്ങളും നടത്തി. ഞങ്ങളുടെ എത്ര പട്ടിയെ കൊണ്ടുപോയി, ഇത് ലാസ്റ്റ് 5 എണ്ണത്തിനെ കൊണ്ടുപോയി. കാലാവസ്ഥയും കൊണ്ടും സ്ഥലമൊക്കെ നല്ല സ്ഥലമല്ലേ? എല്ലാരും വന്നിട്ട് അതാ തന്നെയാ പറഞ്ഞത്. സ്ഥലം നല്ല, ഇവിടെ വന്ന് കിട്ടിയാൽ നല്ല എന്നാ പറഞ്ഞത്. ശരി തന്നെയാ. എത്താൻ പാട് തന്നെയല്ല, നമുക്ക് വയ്യാണ്ടുമായി. പിള്ളേരെപ്പോഴും പറയും ഇവിടുന്ന് മാറി നിൽക്കുക, ഇവിടെ ഇട്ടേച്ച് പോകാൻ പറ്റിയെന്നാ പുള്ളി പറയുന്നത്. ഇത്രയും കാലം പണിയെടുത്ത മണ്ണല്ലേ? പിന്നെയല്ലേ. അത് തന്നെയല്ല, നമ്മളിവിടെ ഇല്ലെങ്കിൽ നമ്മുടെ ഈ പറമ്പ് മുഴുവൻ ആന കയറി കളയും. അതുകൊണ്ട് പിന്നെ നമുക്ക് പറ്റുന്ന അത്ര നിക്കാവുന്നുള്ള ഒരു താല്പര്യത്തിൽ അങ്ങനെ പോകുന്നു. ഇതാണ് കേട്ടോ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. വളരെ മനോഹരമായ ഒരു പ്രദേശമാണ്. തൊട്ടപ്പുറം നമുക്ക് നോക്കിയാൽ കാണാം ബ്രഹ്മഗിരി മലനിരകൾ, അതായത് കർണാടകയുടെ പ്രദേശങ്ങളാണ്.
ഒത്തിരി ദൂരം സഞ്ചരിച്ചാൽ നമ്മളിവിടെ വന്ന കേട്ടോ. ഇവിടുത്തെ ലാസ്റ്റ് വീടാണ്, ഏറ്റവും അവസാനത്തെ വീടാണിത്. ചേട്ടൻ നോക്കി നിൽക്കും, അവിടെ മുകളിൽ കുരങ്ങ് വന്നിട്ടുണ്ട്, അതിനെ നോക്കി നിൽക്കുന്ന ഒരു കാഴ്ച കേട്ടത്. ഇതാണ് അവരുടെ വീട് കേട്ടോ. നമ്മളേതായാലും ഇതിൻ്റെ മുകളിലേക്ക് പോകണം. ഇതിന് മുകളിലേക്കൊക്കെ വീടുകളുണ്ടായിരുന്നായിരുന്നു, പക്ഷേ ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ ലാസ്റ്റ് വീട് കേട്ടോ. നമുക്കിവിടെ കശുവണ്ടിയൊക്കെ പൂത്ത് നിൽക്കുന്ന കാഴ്ച കാണാം. ആഹാ, ഇത് മറ്റേതിൻ്റെ ആണല്ലോ, ഇത് പുലിയുടെ ആ നേരെ എന്തിനു തിന്നേൻ്റെ അല്ലേ? അതിന് രോമമാണല്ലോ, രോമമുണ്ടല്ലോ. പുലിയുടെ കടുവയുടെ എന്തിൻ്റെ കേട്ടോ, എന്തോ സാധനത്തിന് തിന്ന്. ഇത് ചേട്ടൻ്റെ വീടിൻ്റെ തൊട്ട് ഇപ്പുറത്താട്ടോ. എന്തോ ഒരു ജീവിയെ തിന്നിട്ട് അതിൻ്റെ രോമമാണ് ഇതിൻ്റെ അകത്ത്. ആണല്ലേ വീട് കേട്ടോ. മനോഹര സ്ഥലം, എൻ്റെ മോനെ സ്വർഗത്തിലാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷേ ജീവിതം നരകം കേട്ടോ. ആന ഇറങ്ങുന്ന വഴിയാണേ, ആന ഇറങ്ങുന്ന വഴിയാന്ന് പറഞ്ഞതാ. ഇതിങ്ങനെ ഈ മാവിൻ്റെ കശുമാവിൻ്റെ ഇല ഇങ്ങനെ ഇറങ്ങി ഇതാ ഇതിലിങ്ങനെ പോകുന്നത്. എന്തിൻ്റെ രോമമൊക്കെ ഉണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ ദിവസം പിടിച്ച പട്ടിയുടെയൊക്കെ ആയിരിക്കും. ഇതെല്ലാം റബ്ബർ തോട്ടം ആണ്. ഇതെല്ലാം കടുവയൊക്കെ പേടിച്ചിട്ട് രാത്രി വന്നവർക്ക് വെട്ടാൻ പറ്റാത്തണ്ട് അവര് ഉപേക്ഷിച്ചിട്ടേക്കുന്ന. ഈ വഴി ഇങ്ങനെ നേരെ എവിടം വരെ പോകും? ഇത് ഞാൻ പറയില്ലേ, തൊടിമരം, വാണിയപ്പാറ. ഓ, അങ്ങനെ കറങ്ങി പോകുന്ന വഴിയാ. വഴിയാ. ഇനിയിപ്പോ ഈ ചക്ക തിന്നൊക്കെ ആയിട്ട് ആന ഇറങ്ങും. ആ, ഈ ചക്ക അല്ലേ. പ്ലാവ് ഉണ്ട്, നിറച്ചും ചക്ക ഉണ്ട് കേട്ടോ. അതിൽ താമസിക്കാതെ ആനയോടെ ഇതിലെല്ലാം ആന ഇറങ്ങുന്നത്, അവിടെ എല്ലാം ഇറങ്ങുന്ന ചാലുകളുണ്ട്. ഞാൻ മുട്ടുവേന ഉണ്ടോ? അവിടെ വന്നാൽ മതി. മുട്ടുവേന ഉണ്ടോ? ഇതെല്ലാം ഈ മഴ കുറഞ്ഞ സമയത്ത് ആന ഇറങ്ങിയത്. ആന ഇറങ്ങി ഇതാക്കിയതല്ലേ അവിടൊക്കെ. ഈ അടുത്തൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ. ആ ഏ, ഇവിടം വരെ കാട് കളിച്ചിട്ടുള്ളൂ. ഏതായാലും ഒരു ഇച്ചിരി കൂടെ ഇവിടം വരെ കാട് കളിച്ചിട്ടുള്ളൂ. ഇതിൻ്റെ ഒരു വ്യാപ്തി മനസ്സിലാക്കാനായിട്ടാണ്. ഇതൊക്കെ ഓരോരുത്തരുടെ പറമ്പല്ലേ ഏട്ടാ? ഇതെല്ലാം പറമ്പുകളാ. കാട് പിടിച്ച് കിടക്കണം എന്നാൽ 100% സകല വന്യജീവികളും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു വഴിയാട്ടോ. ഇതെല്ലാം ആന ചവിട്ടി ഇറങ്ങിയിട്ട് ആന വെള്ളം ഒഴുകിയിട്ട് തന്നെ വഴിയാക്കിയില്ലേ? ഒച്ച അനക്കം ഇല്ലാത്തോണ്ടല്ലേ? ആ, ഒരു അനക്കം ഇല്ലോന്നേ. ഇതെല്ലാം ആന ഇറങ്ങുന്ന. ഈ ഫെൻസിങ് വന്ന പിന്നെയാണ് ആന അതുണ്ട്, ആ തൂക്കൂല്. അതെ, അത് വന്ന പിന്നെയാണ് ആന ഇങ്ങോട്ട് ഇറങ്ങാത്തത്. അല്ലെങ്കിൽ മുമ്പേ ഇതല്ല ആനയുടെ ചാര ഇതല്ല ചവിട്ടി ആന ഇറങ്ങുന്നല്ലേ. അവിടെ ഈ സാധാ ചെറിയ ഫെൻസിങ്ങാ, ആ സോളാർ വെച്ചിട്ടില്ലേ, അത് മറിച്ച് കളയും. ആ, അത് എല്ലാം ഉണക്കമരം കൊണ്ടുവന്ന് അടിച്ചു പൊടിച്ച് അതിലിറങ്ങി വരും അല്ലേ. ഓൾമോസ്റ്റ് നമ്മളിപ്പോ ടോപ്പിലെത്തിയില്ലേ? ആ, ഈ വഴി പോയാൽ കർണാടക കയറുമോ? ഈ വഴി പോയാൽ കയറിയല്ല. ഇല്ലല്ലേ. എന്നാ രസമാണ് നിങ്ങൾ നോക്കി സ്ഥലം കാണാൻ. ആ പറമ്പിൽ നിന്നല്ലേ നമ്മളിപ്പോൾ നേരത്തെ ഇങ്ങോട്ട് നോക്കിയേ. എന്താ പറയുക, ആളുകളൊക്കെ ഒഴിഞ്ഞൊരു വീട് നമ്മൾ കണ്ട് അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് ഒരു വിഷ്വൽ കണ്ടിരുന്നു. അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള സ്ഥലമായിട്ടത്. ഫെൻസിങ് ഉള്ള സ്ഥലം വരെ ഒന്ന് പോയിട്ട് പോരാന്ന് വിചാരിച്ചിരിക്കുമോ. ഇതിൻ്റെ മുകളിലേക്ക് പണ്ട് വീടുണ്ടായിരുന്നോ? ഇല്ലല്ല, ഇതിന്റെ മുകളിലേക്കില്ല, ഇതിന്റെ അപ്പുറമുള്ള വീട്. അവിടെ വരെ സൂം ചെയ്താൽ പോവാ റോഡ് കാണാൻ. ഏതാ? അങ്ങ് ആ പാറക്കെട്ടിന്റെ അതാണ് കൊട്ടിച്ചുവാറ എന്ന് പറയുന്ന സ്ഥലം. അതിന്റെ താഴെ കൂടെയാണ് പണ്ട് ട്രെയിൻ 70-ലൊക്കെ 1970-ലെല്ലാം സായിപ്പ് മരം കൊണ്ടൊക്കെ ഉണ്ട്. ആ, അത് കഴിഞ്ഞിട്ടാണ് അവിടെ കൂപ്പ് റോഡ് ഉണ്ടാക്കിയത്. അതെല്ലാം പാറ പൊട്ടിച്ചുണ്ടാക്കിയതാ. നമ്മൾ കർണാടകയ്ക്ക് പോകുന്ന റോഡാണല്ലോ. കർണാടക അതല്ല, അതതിന്റെ അപ്പുറം. ഇതങ്ങ് കർണാടകത്തിലേക്ക് പോകുന്ന വഴിയാ ഇതൊക്കെ. അത് ട്രെയിൻ ഉണ്ടായിരുന്നല്ലേ? അതിന്റെ തൊട്ട് താഴെ കൂടെ ട്രെയിനിന്റെ ഭാഗം. പണ്ട് ട്രെയിൻ ഉണ്ടായിരുന്നു. ആ, ഇതിന്റെ ഈ സ്ഥലത്തിന്റെ പേര് തന്നെ പൊട്ടിച്ചുവാറാന്നായിരുന്നു. ആ പാറ പൊട്ടിച്ച് നമ്മൾ നിൽക്കുന്നത് അവിടെ പണ്ട് ബ്രിട്ടീഷുകാർ കൂപ്പ് റോഡ് അല്ലേ? ആ, കൂപ്പ് റോഡ് തടിയൊക്കെ കൊണ്ടാൻ വേണ്ടിയിട്ട് ട്രെയിൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ് എന്തെല്ലാം ഹിസ്റ്ററി ഉള്ള സ്ഥലം കേട്ടോ ഇതൊക്കെ. പകലങ്ങനെ ആനയൊന്നും കാണിയില്ല അല്ലേ? പകല് ഈ ചക്കയൊക്കെ കഴിഞ്ഞാൽ ഏസം വരും. ഇന്നാളെ ഒരു 1 മണിയായപ്പോ നോക്കുമ്പോ ഒരു പിടിച്ചാൻ അതിലിറങ്ങിയിട്ട് ആ പിള്ളേർ വീട്ടിലേക്ക് ഓടി വരും. ആ ചേച്ചി ഒറ്റയ്ക്കുള്ളൂ. ചേച്ചി ഓടി പരിക്കാത്ത കയറി. എൻ്റെ അമ്മ ഫെൻസിങ് കേട്ടോ. ഇതാണ് ഫെൻസിങ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ പാലത്തങ്കാട് പ്രദേശത്തു നിന്ന് നമ്മൾ ഏകദേശം മുകളിലേക്ക് ഒരു 3 കിലോമീറ്റർ നമ്മൾ സഞ്ചരിച്ച് പോകുന്ന വഴിയെന്ന് ഞാൻ സത്യം പറഞ്ഞാൽ നിങ്ങളെ കാണിച്ചില്ല. അത് നമ്മൾ മറ്റൊരു ദിവസം
ഈ ഒരു വരുന്ന വഴിയും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. നമ്മളിവിടെ വന്ന് ഇവിടെ ആളുകൾ ഒഴിഞ്ഞു പോയി കിടക്കുന്ന വീടുകളും ആളുകളെല്ലാം പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും, അതായത് ആളുകൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോയി കഴിയുമ്പോൾ ആ നാട്ടിലെ അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ കണ്ടു. നമ്മൾ ഏറ്റവും അവസാനം വന്ന് നമ്മൾ അവറാച്ചൻ ചേട്ടൻ്റെ അടുത്ത് വന്ന് നിന്നു. ആ ചേട്ടൻ്റെ വീടും അതൊക്കെ വളരെ മനോഹരമായ സ്ഥലമാണ്. പക്ഷേ അവർ വളരെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു പ്രദേശത്ത് നിൽക്കുന്നത്. 19 വയസ്സായ ആ ചേട്ടനും 73 വയസ്സുള്ള ചേച്ചിയും ഒറ്റയ്ക്ക് ഇവിടെ ഈ മൃഗങ്ങളോടൊക്കെ മല്ലടിച്ച് ജീവിക്കുകയാണ്. അതുപോലെ തന്നെ സാധിച്ചേട്ടനാണ് നമ്മളെ ഈ ഒരു പ്രദേശമെല്ലാം കൊണ്ടുവന്ന് കാണിച്ചത് കേട്ടോ. ഏതായാലും നമ്മൾ ഇനിയും ഈ ഒരു പ്രദേശത്ത് വരും. ഇവിടെ ഈ ഒരു സ്ഥലത്തെ രാത്രിക്കൊക്കെ ഇവരുടെ ഒരു അവസ്ഥ എന്താണെന്നൊക്കെ ഉള്ളതൊക്കെ നമ്മൾ നേരിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമമൊക്കെ നടത്തും. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കാനുള്ളത്. ഇപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.